നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂൺ 4, 5, 6 തീയതികളിൽ ശക്തമായ 5 യോഗങ്ങൾ ഒത്തുകൂടുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 12 രാശിക്കാർക്കും നേട്ടമാണ്. എന്ന് പറഞ്ഞാൽ നാടിന് തന്നെ നേട്ടമാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ പെട്രോൾ വില കൂടുന്നത്. അപ്പോൾ സംഭവം ചെറിയ യോഗങ്ങളുടെ കാര്യം ഞാൻ പരിഗണിക്കുന്നില്ല. ഏറ്റവും ശക്തമായ 5 യോഗങ്ങൾ ഒത്തുകൂടുന്നു. ഗജകേസരി യോഗം, രുചകയോഗം, ഭദ്രയോഗം, ഹംസയോഗം, ഉഭയചര യോഗം, ഇങ്ങനെ 5 പ്രധാനപ്പെട്ട ശക്തമായ യോഗങ്ങൾ ഒത്തുകൂടുന്ന ദിവസങ്ങളാണ് ഈ ജൂൺ 4, 5, 6 തീയതികൾ. അതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജൂൺ 4 രാവിലെ 7:41 AM മുതൽ ജൂൺ 6 രാത്രി 7:03 PM വരെയാണ് ഈ യോഗങ്ങൾ നിൽക്കുന്നത്. ഇതിന് ശേഷവും 4 യോഗങ്ങൾ നിലനിൽക്കും. എങ്കിലും ഈ ദിവസം ഗജകേസരി യോഗം കൂടി ഇതിനകത്ത് വരുന്നു. ചന്ദ്രനും വ്യാഴവും കൂടി പരസ്പരം ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ഗജകേസരി യോഗം കൂടാതെ നേരത്തെ തന്നെ ചൊവ്വ സ്വക്ഷേത്രപരമായിട്ട് മേടം രാശിയിൽ നിൽക്കുന്നു. അപ്പോൾ രുചകയോഗം, സൂര്യൻ ഇവിടെ 2ാം ഭാവത്തിലും 12ാം ഭാവത്തിലും സപ്പോർട്ടുണ്ട്. അപ്പോൾ സൂര്യന് ഉഭയചരയോഗം, പിന്നെ ബുധൻ സ്വക്ഷേത്രപരമായിട്ട് മിഥുനം രാശിയിൽ നിൽക്കുന്നു, ഭദ്രയോഗം. വ്യാഴം ഉച്ച രാശിയായ കർക്കിടകത്തിൽ നിൽക്കുന്നു, അപ്പോൾ ഹംസയോഗം. അപ്പോൾ അങ്ങനെ 5 യോഗങ്ങൾ രൂപീകരിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ജൂൺ 4, 5, 6 തീയതികളിൽ ജനിക്കുന്ന കുട്ടികൾക്കും ഈ യോഗങ്ങളെല്ലാം കാണും. അപ്പോൾ ഈ ദിവസങ്ങളിൽ ലഗ്നം ഏത് വരണം? അപ്പോൾ 3 രാശിയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത്, ഏറ്റവും കൂടുതൽ നേട്ടമുള്ള രാശികൾ. അപ്പോൾ ആ രാശികളിൽ ജനിച്ചാൽ ആ രാശി ലഗ്നത്തിൽ ജനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നേട്ടങ്ങളെല്ലാം വരും. പക്ഷേ അതിനും വേറെയൊക്കെ കാൽക്കുലേഷൻ ഉണ്ട്. ഇപ്പോൾ 3 രാശിക്കാർക്കാണ് ഈ യോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്നത്. പക്ഷേ ലഗ്നത്തിൻ്റെ കണക്കനുസരിച്ച് വരുമ്പോൾ വേറെയും കാൽക്കുലേഷൻ വരും. ഇപ്പോൾ മിഥുനം ലഗ്നമാണെങ്കിൽ നമുക്ക് ലഗ്നാധിപൻ ബുധൻ സ്വക്ഷേത്രപരമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ആ ലഗ്നം വൺ ഓഫ് ദി ബെസ്റ്റാണ്. അതുപോലെ തന്നെ ലഗ്നാധിപനായ ശുക്രൻ 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു, തുലാം ലഗ്നത്തിന്. അതുപോലെ തന്നെ വൃശ്ചിക ലഗ്നമാകുമ്പോൾ ലഗ്നാധിപനായ ചൊവ്വ സ്വക്ഷേത്രപരമായിട്ട് 6ാം ഭാവത്തിൽ തന്നെ നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ലഗ്നം വൃശ്ചികം, അതുപോലെ തന്നെ മിഥുന ലഗ്നം, തുലാം ലഗ്നം, ഇതൊക്കെ നല്ലതാണ്. മീനം രാശിക്ക് ഇവിടെ നേട്ടങ്ങളുണ്ടെങ്കിലും, ഈ ദിവസങ്ങളിൽ നേട്ടങ്ങളുണ്ടെങ്കിലും മീനം രാശിക്ക് ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലഗ്നത്തിലാണ് ശനി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അത്ര സ്വീകാര്യമല്ല. കുറേ ഗ്രഹങ്ങളൊക്കെ അനുകൂലമാണ്. ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ നേട്ടമുള്ള രാശിക്കാരിൽ മിഥുനം, വൃശ്ചികം, മീനം ആണ്. എങ്കിലും ലഗ്നം കണക്കാക്കുമ്പോൾ നമുക്ക് മീനത്തെ പിടിക്കുന്നത് അത്ര സുഖമല്ല. കാര്യം നമുക്ക് ശനി ലഗ്നത്തിൽ വന്നേക്കും, അത് അപകടകരമാണ്.
അതേസമയം തുലാം രാശിക്ക് ഈ ദിവസങ്ങളിൽ അത്ര നേട്ടമുള്ള ദിവസങ്ങളല്ലെങ്കിലും ശനി അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. ലഗ്നാധിപനായ ശുക്രൻ 9ാം ഭാവത്തിൽ നിൽക്കുന്നു. ഓക്കെ, അതുകൂടാതെ സർപ്പവും ശിഖയും അനുകൂലമാണ്. അപ്പോൾ പാപഗ്രഹങ്ങളെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ പാപഗ്രഹങ്ങളായ ചൊവ്വയും സൂര്യനും തുലാം രാശിക്ക് പ്രതികൂലമാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. എന്തായാലും നമ്മളിവിടെ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്: 5 യോഗങ്ങൾ, അതിശക്തങ്ങളായ യോഗങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് ഈ ഇത്രയും യോഗങ്ങളുടെ പ്രധാന ഉപയോക്താക്കൾ, ഏറ്റവും കൂടുതൽ നേട്ടം വരുന്ന രാശിക്കാരെന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് മിഥുനം രാശി, അതായത് മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർത ആദ്യ 3 പാദം, പിന്നെ വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട, പിന്നെ മീനം രാശി, പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. അപ്പോൾ ഈ ദിവസങ്ങളിൽ ജൂൺ 4, 5, 6 തീയതികളിൽ ഈ രാശിക്കാർക്ക് നേട്ടമാണ് ഏറ്റവും കൂടുതൽ. ബാക്കിയുള്ള രാശിക്കാർക്ക് നേട്ടമില്ലെന്നല്ല, ഇവർക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടമുള്ളത്. ഓക്കെ, പിന്നെ എടുത്തു പറയേണ്ടത്തക്ക ഒരു രാശി എന്ന് പറയുന്നത് മകരം രാശിയാണ്. കാര്യം അവർക്ക് ശനിയും വ്യാഴവും ഒരുമിച്ച് അനുകൂലമാണ്. പക്ഷേ മറ്റ് ഗ്രഹങ്ങളുടെ സപ്പോർട്ട് കാര്യമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താഞ്ഞത്. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് നേട്ടങ്ങളാണ്, ഗുണാധിക്യമാണ് ഈ ദിവസങ്ങളിൽ. എങ്കിലും അവർക്ക് ഈ പറഞ്ഞ ശനി വ്യാഴമൊക്കെ അനുകൂലമാണെങ്കിലും മറ്റ് ഗ്രഹങ്ങൾ കാര്യമായിട്ട് സപ്പോർട്ടില്ല. അതുകൊണ്ടാണ് അവർ അവസാനം ഞാൻ പറഞ്ഞത്. എന്തായാലും പൊതുവെ ഈ 5 യോഗങ്ങൾ, ശക്തങ്ങളായ യോഗങ്ങൾ ഈ ദിവസങ്ങളിൽ വരുന്നതുകൊണ്ട് പൊതുവെ 12 രാശിക്കാർക്കും അത്യാവശ്യം നേട്ടമൊക്കെ തന്നെയാണ്. എങ്കിലും അതിന് ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. പിന്നെ പൊതുവിൽ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ജൂൺ 4, 5, 6 തീയതികളിൽ പൊതുവെ സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ്. ഓക്കെ, അത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തൊക്കെ തരത്തിൽ മഴക്കാലം അങ്ങോട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും നമ്മൾ ജ്യോതിഷം വെച്ച് എനിക്കറിയാവുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. എനിവേ, വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.